മഞ്ജു വാര്യർ മമ്മൂട്ടി കമ്പനി ഷോർട്ട് ഫിലിം ആരോ റിവേഴ്സ് ഓസ്മോസിസ് അല്ല നീ ആര് ആ ആരോ ഡയറക്റ്റഡ് ബൈ ദ ഗ്രേറ്റ് രഞ്ജിത്ത് സാർ. ലോകത്ത് എനിക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ കോമാളികളാണ്, കഴുതകളാണ് സ്വയം വിശേഷിപ്പിക്കുന്ന രഞ്ജിത്ത് സാറിന്റെ ഒരു പേട്ട തേങ്ങയാണ് ആരോ. റിവേഴ്സ് ഓസ്മോസിസ് ആരൊക്കെ പറയുന്നത് കേട്ടു, എന്തിനോ എന്നൊക്കെ ടൈറ്റിൽ ഇടണമെന്ന്. പറ്റിയ പേര് പേട്ട തേങ്ങ തന്നെയാണ്. ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എ ഡേ ഇൻ മൈ ലൈഫ്. അതായത് രാവിലെ എണീക്കുന്നു, ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് വീണ്ടും പോയി കിടന്നിട്ട് ഹൗ എന്ത് നല്ലൊരു ഉറക്കമായിരുന്നു എന്ന് പറഞ്ഞ് എണീക്കുന്നു. അപ്പിയിട്ടതും മൂത്രം ഒഴിച്ചതും തിന്നതും അതേപോലെ കക്കാൻ പോയതും എല്ലാം വിളിച്ചു പറയുന്ന എ ഡേ ഇൻ മൈ ലൈഫ്. ശ്യാമപ്രസാദിന്റെ 20 മിനിറ്റുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് റീലാണ് ആരോ റിവേഴ്സ് ഓസ്മോസിസ്. സോ ഈ സിനിമയല്ലേ പണ്ടാരത്തിനും സിനിമ തന്നെ വായിൽ വരുന്നുള്ളൂ. ആ ഷോർട്ട് ഫിക്ഷൻ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം തുടങ്ങുന്നത് മഴയുള്ള ഒരു രാത്രി അണ്ണൻ കിടന്ന് ഉറങ്ങണു, അണ്ണൻ എണീക്കണു, അണ്ണൻ പോയി ബക്കാട്ടി കുടിക്കണു, അണ്ണന് മൂത്രം ഒഴിക്കാൻ മുട്ടുന്നു, അണ്ണൻ പോയി മൂത്രം ഒഴിക്കണു, മൂത്രം എത്ര നേരം ഒഴിച്ചു, പിന്നെ അണ്ണൻ പോയി ബ്രെഡ് തിന്നുന്നു, പേന എടുക്കുന്നു, കവിത എഴുതുന്നു, കവിത വെട്ടുന്നു. എഴുത്തുകാർ പിന്നെ യൂണിബോൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ അല്ലെ, 2 രൂപയുടെ പേനയൊന്നും ഉപയോഗിക്കില്ല, അല്ല അറിയാൻ ചോദിക്കുകയാണ്. വീണ്ടും അണ്ണൻ ബക്കാട്ടി കുടിക്കുന്നു, അണ്ണൻ കിടന്നുറങ്ങുന്നു. 10 മിനിറ്റ് കഴിഞ്ഞു, 21 മിനിറ്റിൽ 10 മിനിറ്റ് അവിടെ കഴിഞ്ഞു. സോ 2x ഒക്കെ സ്പീഡിൽ ഇട്ടു വെച്ചാൽ 10 മിനിറ്റിൽ കണ്ടു തീരാവുന്ന സാധനങ്ങളേ ഉള്ളൂ. അല്ല അടിച്ചടിച്ച് വിട്ട് കഴിഞ്ഞാൽ 2 മിനിറ്റിൽ കണ്ടു തീർക്കാം. വ്യത്യാസമൊന്നുമില്ല, ഒന്നും മനസ്സിലാവാതിരിക്കൊന്നുമില്ല. കാരണം ഇങ്ങനെ ഈ ഡേ ഇൻ മൈ ലൈഫ് തന്നെയല്ലേ ഫുള്ള് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ അണ്ണൻ എണീറ്റ് കുളിക്കുന്നു, മുണ്ട് മാറ്റുന്നു, ജുബ ഇടുന്നു, 15 മിനിറ്റ് കഴിഞ്ഞു. ആ 15ാമത്തെ മിനിറ്റ് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന മുഹൂർത്തം നമ്മുടെ മഞ്ജു ചേച്ചി എഴുന്നള്ളുന്നു. അസീസ് നെടുമങ്ങാടിന്റെ ഓട്ടോ അല്ലേ, ഈ ഫെമിനിച്ചികളൊക്കെ വെക്കില്ലേ, ഉണ്ട ചന്ദ്രന്റെ അത്രയുള്ള ഒരു പൊട്ടും വെച്ച് മഞ്ജു ചേച്ചി വരികയാണ്. പിന്നെ മമ്മൂട്ടി കമ്പനി പടങ്ങൾ അല്ലെങ്കിൽ മമ്മൂട്ടി പടങ്ങൾ അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഉപ്പ് ആണ് അസീസ് നെടുമങ്ങാട്. സോ ഈ ഇടയ്ക്ക് ബൈജു ചേട്ടൻ ലാലേട്ടന്റെ ഡാൻസിനെ പറ്റിയിട്ട് ഏതോ ഒരു സിനിമയുടെ ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് വാതോരാതെ എല്ലാവരും അതിനെ പറ്റി സംസാരിക്കുന്നത്. അപ്പോഴേക്കും അസീസ് നെടുമങ്ങാട് വന്നിട്ട് കണ്ണൂർ സ്ക്വാഡിലെ മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് നന്ദി കാണിച്ചതായിരിക്കും. എല്ലാ മമ്മൂട്ടി കമ്പനി പടങ്ങൾ അല്ലെങ്കിൽ മമ്മൂട്ടി പടങ്ങളിൽ ഫാൻ ബോയ് ഉണ്ട്. സോ മഞ്ജു ചേച്ചി പിന്നെ വന്നിട്ട് എന്തൊക്കെയോ പ്രാന്ത് വിളിച്ചു പറയുന്നുണ്ട്. ഇതിന് നീല പെയിന്റ് അല്ലേ, യൂഷ്വൽ എല്ലാ സിനിമയിലും കണ്ടുവരുന്ന ഡയലോഗ്, സിംഗിൾ മാൾട്ട് ആയിരുന്നില്ലേ മുമ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ പടം കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. ഇതിനെ പിന്നെ പേട്ട തേങ്ങ എന്നല്ല പിന്നെ മുതുക്ക് തേങ്ങ എന്ന് വിളിക്കണം. മമ്മൂട്ടി കമ്പനി എന്ന് കേട്ടപ്പോഴേക്കും എനിക്ക് തോന്നുന്നു മഞ്ജു ചേച്ചി നേരെ കയറി അഭിനയിച്ചതായിരിക്കും. ഇതിനു മുമ്പ് സനൽകുമാർ ശശിധരന്റെ എന്താണ് കയറ്റോ ഇറക്കോ അതിലെന്തോ കയറി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടും ഒരേ ത്രാസിൽ തൂങ്ങുന്ന സാധനങ്ങളാണ്. സോ എനിക്കൊന്നും ഒട്ടും വർക്കാവാത്ത സാധനമാണ്. മമ്മൂട്ടി കമ്പനിയുടെ സിനിമകൾ നമ്മൾ നോക്കിയാൽ മതി. ഇതിനു മുമ്പ് ഐ ഹാവ് നോ ഹെയ്റ്റ് ടുവേർഡ്സ് ദാറ്റ് ആക്ടർ. ഐ റിയലി ലൈക്ക് ഹിം. ഹി ഈസ് ആക്ച്വലി എ ലെജൻഡ്. അതിലൊന്നും ഒരു സംശയമില്ല. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബോയ്സ് ആണ് തോന്നുന്നു ഇതിന് മുമ്പത്തെ മമ്മൂട്ടി കമ്പനി പടം. ഞാൻ തിയേറ്ററിൽ കണ്ടാണ് എനിക്കൊരു ഉറക്കഗുളിയായിട്ട് പേഴ്സണലി തോന്നി. ആ സിനിമയ്ക്ക് എവിടെ കമന്റ് സെക്ഷൻ നോക്കിയാലും അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് കമന്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ പോസിറ്റീവ് ആയിരിക്കും. ഈ പോസിറ്റീവ് പറയുന്ന ആൾക്കാർ മാത്രം ഇത് പോയി കണ്ടിട്ട് വെച്ചാൽ ബ്ലാക്ക് ബസ്റ്റർ ആയനെ. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബോയ്സ് ഇറങ്ങിയത് പലരും അറിഞ്ഞിട്ട് പോലുമില്ല. ഗൗതം വാസുദേവ മേനോൻ ഐ എക്സ്പെക്ടഡ് എ ലോട്ട് ബെറ്റർ. എനിക്ക് ഒട്ടും വാക്കാവാത്ത ഒരു പടമാണ്. ഇപ്പോഴും ആ പടം OTT ഇറങ്ങിയിട്ടില്ല. സോ ഈ കുറെ പേര് ഞാൻ ഇതിന്റെ ഒരു പേട്ടത്തേങ്ങ എന്ന് പറഞ്ഞിട്ട് സ്റ്റോറി ഇട്ടപ്പോ പറഞ്ഞിരുന്നു ലോൺലിനെസ് എന്താണെന്ന് അറിയണം, ലോൺലിനെസ് എന്താണെന്ന് അറിഞ്ഞവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ഹലോ ഇതൊക്കെ വേറെ വല്ലവരുടെ അടുത്തും ലോൺലിനെസിന്റെ ഡിപ്രഷന്റെ ഒരു പീക്ക് കണ്ടു വന്നവനാണ് ഞാൻ. സോ ഡോണ്ട് കം അപ്പ് വിത്ത് ഓൾ ദീസ് ബേസ്ലെസ് ആർഗ്യുമെന്റ്സ് ടു മീ എന്ന് ഞാൻ പറയുള്ളൂ. സോ ലോൺലിനെസ് പറയുന്ന സാധനം ഞാൻ മേജർ രവിയുടെ ഒരു ഇന്റർവ്യൂല്, അമ്മ മരിച്ച സമയത്ത് ആളുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, അതിൽ എനിക്ക് ലോൺലിനെസ് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ഐ വുഡ് ഹാവ് സെഡ് ദിസ് ഇസ് എ ഗ്രേറ്റ് വൺ. അത് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത എന്റെ കുറ്റമാണോ? അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു സാധനം എടുത്തു വെച്ചിട്ട് ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്, ഞാൻ മറ്റേതാണ് ഉദ്ദേശിച്ച് പറയുന്നതിൽ ഒരു കാര്യമില്ല. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു സാധനം എടുത്തു വെക്കാനാണ് പാട്. അല്ലാതെ ഞാൻ എടുത്തു വെച്ചത് ഇതാണ്, ഇവിടെ ബക്കാടി വീണ സമയത്ത് ബിവറേജ് ആണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എനിക്കൊട്ടും വർക്കാവാത്ത ഒരു സാധനമാണ് ഷോർട്ട് ഫിക്ഷൻ. എനിക്കൊട്ടും വർക്കാവാത്ത ജോണർ അല്ല ഷോർട്ട് ഫിക്ഷൻ. ഈ ഷോർട്ട് ഫിക്ഷൻ സോ കോൾഡ് പേട്ട തേങ്ങ. സോ വേണ്ടവർ കണ്ടു.